നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ 33.5 വർഷമുള്ള ഈ ഭൂമിയിലെ വാസത്തിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് ആത്മാവ് അവനെ അവിടുന്ന് നടത്തിയെന്ന് വായിക്കുന്ന ഭാഗം മുതൽ സ്തോത്രം പിന്നുള്ള ചില കാലയളവ് കൊണ്ട് വലിയ ദൈവപ്രവർത്തികൾ കൺമുമ്പിൽ വെളിപ്പെടുത്തിയ ശേഷം സ്തോത്രം നമ്മുടെ കർത്താവ് ദൈവത്തിന് സ്തോത്രം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യവൃന്ദങ്ങളോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നിങ്ങളോട് ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപകളിൽ ശരണപ്പെടുന്നത്. അതെന്താണെന്നൊക്കെയുള്ള വിവരണത്തിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ കൊണ്ടുപോകാം. കർത്താവിടെ വെളിപ്പെടുത്തുകയാണ്, സ്തോത്രം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്ത്യ ഭരിക്കുന്നയാൾക്ക് ഇന്ത്യയിൽ മാത്രമേ അധികാരമുള്ളൂ, ഒമാനിലെ സുൽത്താൻ ഒമാനിൽ മാത്രമേ അധികാരമുള്ളൂ, അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്ക മാത്രമേ അധികാരമുള്ളൂ. സകലരുടെയും അധികാരത്തിന് അധികാര പരിധിയുള്ളപ്പം പരിധികളില്ലാത്ത ഒരുവൻ അരുളി ചെയ്യുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അന്ന് ഞാനിന്ന് പ്രസംഗിക്കാൻ പോകുന്നത് അധികാരപൂർണനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. നമുക്ക് ആ ഭാഗം എന്താണെന്ന് ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളിലൂടെ നമുക്കൊന്ന് പഠിക്കുവാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുക, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ സ്നാനപ്പെടുത്തണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ അവരോട് ഉപദേശിക്കണം. നിങ്ങൾ അവരെ ശിഷ്യന്മാരാക്കണം. ഇതിനിടയ്ക്ക് എന്തെങ്കിലും പ്രതിബന്ധം വന്നാൽ പേടിക്കണ്ട, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ട്. ക്രിസ്തുവിൽ പരമേൽപ്പിക്കപ്പെട്ട ദൈവാധികാരത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് ധ്യാനിക്കാനായി പോകുന്ന ഭാഗങ്ങളിലേക്കാണ്. ഇത് പറയുമ്പോൾ തന്നെ ഞാനൊരു ദൂതൂടെ പറയാം. ഇന്ന് ഈ ശുശ്രൂഷയുടെ നടുവിൽ ചില അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ നടക്കും. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ഈ അധികാരം ക്രിസ്തുവിൽ മാത്രം നിറഞ്ഞു നിന്നില്ല, അത് ശിഷ്യവൃന്ദങ്ങളിലേക്ക് പകർന്നു, ഇന്നും പകർന്നുകൊണ്ടിരിക്കുക. ചിലരുടെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്തൊരു ഇമ്പാർട്ടേഷൻ ഇന്നത്തെ ശുശ്രൂഷയിൽ നടക്കും. ചിലരുടെ മേലൊരു ഡബിൾ പോർഷൻ അനോയിന്റിങ്, അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് ചില ശിരസുകളിൽ വരുവാൻ സമയമായി എന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സന്ദേശം. ഒരു കാര്യം വിശ്വസിക്കുക, എൻ്റെ കർത്താവ് അധികാരപൂർണനാണ്.